ഹായ്, ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഗാസ്ട്രിക് അൾസറിന്റെ പെയിനും ഡിയോഡനൽ അൾസറിന്റെ പെയിനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗാസ്ട്രിക് അൾസർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പെയിൻ കൂടുകയും, ഡിയോഡനൽ അൾസർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പെയിൻ കുറയുകയും ചെയ്യും. പിന്നെ ഡിയോഡനൽ അൾസറിന്റെ പെയിൻ ഉണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയും കഴിയുമ്പോഴായിരിക്കും. ഇത് പെയിൻ ഇൻക്രീസസ് ആഫ്റ്റർ കൺസ്യൂമിങ് ഫുഡ്. ഗാസ്ട്രിക് അൾസർ, ഇത് പെയിൻ ഡിക്രീസസ് ആഫ്റ്റർ കൺസ്യൂമിങ് ഫുഡ്. ഡിയോഡനൽ അൾസർ. പെപ്റ്റിക് അൾസറിന്റെ കോസേറ്റീവ് ഓർഗാനിസം അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ DHA പ്രോമെട്രിക് പിയേഴ്സൺ വ്യൂ NHR പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക.